വെൻ ഐ ഫ്ലൈ ടുവേർഡ്സ് യു എന്ന ഡ്രാമയുടെ 18ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ താൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ജിയ ആണെന്ന് പറഞ്ഞ് ഖുറാൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റേ പെൺകുട്ടിയുടെ മുന്നിൽ നിന്ന് പോകുന്നു. ആ പെൺകുട്ടിയുടെ മുന്നിൽ നിന്ന് കുറേ മാറിയ ശേഷമാണ് അവൻ അവളുടെ കയ്യിൽ പിടിപെട്ടത്. അവളിൽ നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടി അവൻ തന്നെ ഉപയോഗിച്ചതാണെന്ന് ജിയയ്ക്ക് മനസ്സിലാക്കുന്നു. അവർ ചെന്ന് നിന്നതിൻ്റെ അടുത്തായി അവളുടെ ഫ്രണ്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ ഇപ്പോൾ അവനെ സഹായിച്ചതിന് പകരമായി ഫ്രണ്ടിൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും സഹായിക്കാൻ അവൾ റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അയാളുടെ മുന്നിൽ ചെന്നിരിക്കുന്നുണ്ട്. അയാൾ അവരെ കൊണ്ട് കാർഡ് എടുപ്പിക്കുന്നു. രണ്ടുപേരും എടുത്ത കാർഡ് കണ്ടപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ട്. ലവേഴ്സ് ആക്കാൻ വിധിക്കപ്പെട്ടവർ എടുക്കുന്ന കാർഡാണ് നിങ്ങൾ എടുത്തത്. നിങ്ങളിൽ ഒരാൾ ലവ് കാരണം കുറച്ച് കൺഫ്യൂഷനിലാണല്ലേ എന്നൊക്കെ അയാൾ ചോദിക്കുന്നു. സായിയോട് പറയാൻ പറഞ്ഞതുപോലെ തന്നോടും അയാൾ നമ്പർ ഇറക്കുകയാണെന്നാണ് ജിയ വിചാരിച്ചത്. ഖുറാനും അതൊന്നും വിശ്വാസം വരുന്നില്ല. ഇവൾ നേരത്തെ പൈസ എന്ന് പറയുന്നതാണോ ഇതൊക്കെയെന്ന് അവനും ചോദിക്കുന്നു. അതും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ തർക്കമാക്കുന്നുണ്ട്. എനിക്ക് നിന്റെ പുറകെ നടക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ കോളേജിൽ പോയി കഴിയുമ്പോൾ നീ നോക്കിക്കോ. ആമ്പിളർ എൻ്റെ പുറകിൽ ക്യൂ നിൽക്കുന്ന കാണാമെന്നൊക്കെ ജിയ വിളിച്ച് പറഞ്ഞപ്പോൾ ആരൊക്കെ വന്നാലും എൻ്റെ എത്ര ആകുമോ എന്ന് അവൻ ചോദിക്കുന്നു. പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഓട്ടോമാറ്റിക്കായി പറഞ്ഞു പോയതാണെങ്കിലും അവളോടുള്ള ഇഷ്ടം അറിയാതെ എക്സ്പ്രസ് ചെയ്യുന്ന പോലെ ആയിരുന്നു അത്. അതോടെ രണ്ടുപേരും സൈലൻ്റ് ആക്കുന്നു. വേറെ ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ജിയ വേഗം എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് കൂടുന്നു. തനിച്ചായപ്പോൾ നേരത്തെ പറഞ്ഞത് സത്യമാണെന്ന് ഖുറാൻ അയാളോട് ചോദിക്കുന്നുണ്ട്. കേട്ടിട്ട് എന്തോന്നു എന്നാണ് അയാൾ തിരിച്ചു ചോദിച്ചത്. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും അറിയണ്ട എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ജിയുടെ ഫ്രണ്ട്സിൽ ഒരാളെ അന്ന് അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇഷ്ടം അറിയിക്കാൻ പോവുകയാണ്. അതിൻ്റെ ക്ലൂ കിട്ടിയതിനെക്കുറിച്ച് അവർ അവളോട് പറയുന്നു. അവൾക്ക് ആ ഇഷ്ടം സ്വീകരിക്കാൻ ഉദ്ദേശമില്ല, പക്ഷേ ഇതിൻ്റെ പേരിൽ ഫ്രണ്ട്ഷിപ്പ് കൂടി നഷ്ടമാകുമെന്നാണ് പേടി എന്നാ കുട്ടി പറയുന്നു. കൂട്ടത്തിൽ നിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് അവൾ ജിയോട് ചോദിക്കുന്നു. ഞാൻ എന്തായാലും എൻ്റെ നല്ല ഫ്രണ്ടിനെ ഒന്നും ഡേറ്റ് ചെയ്യില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി ഫ്രണ്ട്ഷിപ്പ് കൂടി നഷ്ടമായി പോയാൽ എന്ത് ചെയ്യുമെന്ന് അവൾ പറയുന്നത് പുറകിലെത്തിയിരുന്ന ഖുറാൻ കേൾക്കുന്നു. അവനത് വല്ലാതെ ഫീൽ ചെയ്യുന്നതിനാൽ അവളെ ശല്യപ്പെടുത്താതെ തിരികെ പോകാൻ തുടങ്ങുന്നത്. പക്ഷെ അപ്പോഴേക്കും അവൾ അവനെ കാണുന്നു. ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങി തരുമെന്ന് ചോദിക്കുന്നുമുണ്ട്. നിനക്ക് ഐസ്ക്രീം വാങ്ങി തരണമെന്ന് ഞാൻ വിചാരിച്ചതല്ല, പിന്നെ നീ ഇവരുടെ കൂടെ നിൽക്കുന്നത് കണ്ട് അവർക്ക് വാങ്ങുന്ന കൂട്ടത്തിൽ നിനക്കും കൂടി തരാമെന്ന് അവൻ പറയുന്നുണ്ട്. സായി റാങ് കൂടി ഓരോന്ന് കണ്ട് മാർക്കറ്റിൽ ചുറ്റി നടക്കുകയാണ്. അവിടെ ഒരു ഫയർ വർക്ക് നടക്കുന്നുണ്ട്. അതിന് പക്ഷെ കുറച്ച് സമയം കൂടി എടുക്കും. അതുവരെ അവിടെ ഇരുന്ന് ഇപ്പോൾ ഇന്റർനെറ്റിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വേർഡ് ഗെയിം അവർ കളിക്കുന്നുണ്ട്. ഒരാൾ 3 വാക്കുകൾ പറയും, മറ്റേയാൾ അത് ഉപയോഗിച്ച് ഒരു സെന്റൻസ് ഉണ്ടാക്കി പറയണം. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ റാങ് അവളെ ഇഷ്ടമാണെന്ന് തുറന്നു പറയുന്നു. കുറെ കാലമായി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നാണെങ്കിലും പെട്ടെന്ന് അവൻ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അവൾ വിശ്വാസം വരാത്ത പോലെ നോക്കിയിരുന്ന് പോകുന്നുണ്ട്. ആ സമയത്താണ് അവിടെ ഫയർ വർക്ക് തുടങ്ങിയത്. അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടി തിരികെ പോകുന്നു. നാളെയാണ് റിസൾട്ട് വരുന്നത്. നിനക്കെന്തെങ്കിലും ടെൻഷൻ ഉണ്ടെന്ന് അവൻ ഇടയ്ക്ക് ചോദിക്കുന്നു. റിസൾട്ടിന്റെ കാര്യമാണ് അവൻ ചോദിച്ചെങ്കിലും റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് അവൾ പറഞ്ഞത്. ഒരു റിലേഷനിലാകാൻ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണെന്ന് അവൾ ചോദിച്ചപ്പോൾ അതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, റിസൾട്ടിന്റെ കാര്യമാണെന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. റിസൾട്ട് കുഴപ്പമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ല എന്ന് അവൾ ചമ്മലോട് പറയുന്നു. സാധാരണ അവന്റെ കൂടെ പോകുമ്പോഴൊക്കെ വാദോരത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവൾക്ക് ഇന്ന് പറയാൻ വിഷയങ്ങളൊന്നും കിട്ടുന്നില്ല. അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നാൽ കൊള്ളാമെന്നും അവൾക്ക് ആഗ്രഹം തോന്നുന്നുണ്ട്. പക്ഷെ മുൻകൈ എടുക്കാൻ ഒരു മടി. നടക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് കൈയൊക്കെ അവന്റെ കയ്യിൽ മുട്ടിക്കുന്നുണ്ട്. അവളുടെ ഉദ്ദേശം മനസ്സിലായതുപോലെ അവൻ തന്നെ അവളുടെ കയ്യിൽ പിടിക്കുന്നു. രണ്ടുപേർക്കും ചെറിയ ചമ്മലുണ്ട്. വീട്ടിലെത്തി കഴിയുമ്പോൾ സായി സന്തോഷം സഹിക്കാൻ വയ്യാതെ ഞാൻ റാനുമായി റിലേഷനിലായി എന്ന് വിളിച്ചു പോകുന്നുണ്ട്. അപ്പോഴും അവൾക്കത് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഓവറായി റിയാക്ട് ചെയ്യുന്നത് ശരിയല്ല. റാങ് നല്ല ശാന്തനായിട്ടായിരിക്കും ഇപ്പോൾ ഉണ്ടാകുക എന്നൊക്കെ ചിന്തിച്ച് അവൾ സ്വയം നിയന്ത്രിക്കുന്നു. പക്ഷെ അവന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. സന്തോഷം കൊണ്ട് അവന് സ്വയം മറന്ന് നിൽക്കുകയാണ്. പക്ഷെ അവളെപ്പോലെ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. പക്ഷെ അങ്കിൾ അവനോട് കുറച്ച് വെള്ളം എടുത്തു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ്സിലെല്ലാം വെള്ളം നിറച്ച് ഇടയ്ക്കിടെ ചിരിച്ചുകൊണ്ട് സ്വയം മറന്ന് നിന്നല്ലാതെ അവൻ വെള്ളം കൊടുക്കുന്നില്ല. അത് ശ്രദ്ധിച്ച അങ്കിൾ നിനക്കിന്ന് എന്ത് പറ്റി? ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്തെങ്കിലും നല്ല കാര്യം സംഭവിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അവന് പരിസരബോധം വന്നത്. അപ്പോഴും ചിരിച്ചുകൊണ്ട് നിന്നല്ലാതെ അവൻ വെള്ളം കൊടുക്കുന്നില്ല. അവസാനം അങ്കിൾ വഴക്ക് പറഞ്ഞപ്പോഴാണ് അവൻ അതിന്റെ കാര്യം ഓർക്കുന്നത്. മുറിയിലേക്ക് ചെന്നപ്പോൾ നീ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ അവൾ മെസ്സേജ് ഇട്ടിരിക്കുന്നത് കാണുന്നു. ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നവൻ റിപ്ലൈ നൽകുന്നുണ്ട്. അടുത്ത ദിവസം റിസൾട്ട് ചെക്ക് ചെയ്യാനായി സായിക്കൊപ്പം അച്ഛനും അമ്മയും കൂടി ഇരിക്കുന്നുണ്ട്. റിസൾട്ട് അറിയുന്ന സമയമായപ്പോൾ അവൾ കണ്ണടയ്ക്കുന്നു. റിസൾട്ട് കണ്ടിട്ടും അച്ഛനും അമ്മയും പ്രതികരിക്കാതിരിക്കുന്ന കണ്ട് അവൾ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട്. റിസൾട്ട് കണ്ട് ശരിക്കും അവളും ഞെട്ടിപ്പോകുന്നു. ആദ്യമായിട്ടാണ് അവൾക്ക് ഇത്രയും വലിയ സ്കോർ കിട്ടുന്നത്. സന്തോഷം കൊണ്ട് അവൾ വിളിച്ചു പോകുന്നുണ്ട്. അവളുടെ ക്ലാസ് ടീച്ചർ കുറച്ച് മുമ്പ് റിസൾട്ട് അറിയുമ്പോൾ വിളിച്ചു പറയണമെന്ന് അറിയിച്ചിരുന്നതിനാൽ അമ്മ അത് വിളിച്ചു പറയാനായി എഴുന്നേറ്റ് പോകുന്നു. അച്ഛൻ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി എന്തൊക്കെ റെഡിയാക്കാനായി പോകുന്നുണ്ട്. സായി ഉടനെ തന്നെ റിസൾട്ടിന്റെ ഒരു ഫോട്ടോ എടുത്ത് റാങ്ങിന് അയച്ചു കൊടുത്തിട്ട് എനിക്ക് നിന്റെ ഒപ്പം നിന്റെ കോളേജിൽ തന്നെ വരാൻ പറ്റുമെന്ന് മെസ്സേജ് അയക്കുന്നു. അത് കഴിഞ്ഞ് അവൾ അവന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവന്റെ റിസൾട്ട് മോശമായി കാണുമോ എന്ന് അവൾ സംശയിച്ചിരിക്കുമ്പോഴാണ് ഞാൻ താഴെ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ മെസ്സേജ് അയച്ചത്. അവൾ ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങിച്ചിരുന്നു. അവന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ അവന്റെ റിസൾട്ട് മോശമായി കാണും എന്ന് അവൾ വിചാരിക്കുന്നു. ഒരേ കോളേജിൽ തന്നെ പോകാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, എത്ര ദൂരെയാണെങ്കിലും ഞാൻ നിന്നെ അന്വേഷിച്ച് വരുമെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ബോയ്സിന്റെയും ഗേൾസിന്റെയും ഹോസ്റ്റൽ തമ്മിൽ അധിക ദൂരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നവൻ പറയുന്നു. സായി സന്തോഷം കൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവന്റെ ഒപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണെന്ന് അവൾ പറഞ്ഞപ്പോൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവൻ ചോദിക്കുന്നു. ഒരുമിച്ച് സൺറൈസ് കാണുന്നതിനെ കുറിച്ച് അവൾ പറഞ്ഞപ്പോൾ അതിന് കോളേജിൽ പോകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പോൾ തന്നെ പോയേക്കാം എന്നവൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ ട്രിപ്പ് പോകാൻ റെഡിയാക്കുന്നു. സായി തിരിച്ച് റൂമിൽ ചെന്ന് പോകാനുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരുമിച്ചിരുന്ന് സൺറൈസ് കാണുമ്പോൾ കിസ് ചെയ്യുന്നതൊക്കെ സങ്കല്പിച്ച് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട്. രണ്ടുപേർ തനിച്ചുള്ള യാത്ര നല്ല രസമായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ആകെ ത്രില്ലടിച്ചാണ് അവൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം പറഞ്ഞ സമയത്ത് തന്നെ അവൾ പോകാൻ റെഡിയായി അവൻ പറഞ്ഞ സ്ഥലത്തെത്തുന്നു. റാങ് എത്തിയപ്പോൾ അവൾ സന്തോഷത്തോടെ അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഇപ്പോൾ പുറപ്പെട്ടാൽ നമുക്ക് 10th റെഡിയാക്കാനുള്ള ടൈം കിട്ടുമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴാണ് അവൻ മടിച്ച് എന്തോ പറയാൻ തുടങ്ങിയത്. അപ്പോഴേക്കും ബഹളം വെച്ചുകൊണ്ട് ഖുറാൻ അവിടേക്ക് വരുന്നു. അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾ പിടിപെടുന്നുണ്ട്. യാത്രയ്ക്ക് തയ്യാറായിട്ടാണ് അവൻ വന്നിരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ സായിയുടെ സന്തോഷമൊക്കെ തീരുന്നു. ഇവൻ ഇതെങ്ങനെ അറിഞ്ഞു എന്ന മട്ടിൽ സായി റാങ്ങിനെ നോക്കുന്നു. ഞാൻ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവൻ വീട്ടിലേക്ക് വന്നു, അങ്ങനെ അറിഞ്ഞതാണെന്ന് റാങ് പറയുന്നു. നിങ്ങൾ എനിക്ക് സർപ്രൈസ് നൽകാൻ വേണ്ടിയാണ് നേരത്തെ പറയാതിരുന്നതെന്ന് എനിക്കറിയാം.
എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് ശരിക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഖുറാൻ അപ്പോൾ പറയുന്നുണ്ട്. ഞങ്ങളത് കേട്ടപ്പോൾ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് സായി സംശയം ചോദിക്കുന്നു. അപ്പോഴേക്കും ജിയ അവിടെ എത്തുന്നുണ്ട്. ഇവളുമുണ്ടോ എന്ന് സായി സംശയിച്ച് നിൽക്കുമ്പോൾ ജിയ ഓടി അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഖുറാനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴേ അവൻ നിൻ്റെ പ്ലാനൊക്കെ കുളമാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അവൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കണം, ഞാൻ അവനെ ഡീൽ ചെയ്തോളാമെന്ന് പറഞ്ഞപ്പോൾ സായിക്ക് കുറച്ച് സമാധാനമാക്കുന്നു. എങ്കിൽ നമുക്ക് പോകാമെന്ന് നമ്മൾ പറഞ്ഞപ്പോഴാണ് പോകാറായിട്ടില്ല, ഒരാൾ കൂടി വരാനുണ്ടെന്ന് ഖുറാൻ പറഞ്ഞത്. പറഞ്ഞു തീർന്നപ്പോഴേക്കും ഫെങ് ഓടിപ്പിടിച്ചെത്തുന്നു. ഖുറാൻ അവനെയും വിവരം അറിയിച്ചിരുന്നു. ഖുറാൻ ശരിക്കും നല്ല ഫ്രണ്ടാണല്ലേ. അങ്ങനെ സായി റാങ്ങും തനിച്ച് എൻജോയ് ചെയ്യുന്ന ട്രിപ്പ് ഫ്രണ്ട്സൊക്കെ കൂടി സജീവമാക്കുന്നുണ്ട്. ഖുറാൻ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ഒരു പൊട്ടനെ പോലെ അവരുടെ ഇടയിൽ തന്നെ നിൽക്കുകയാണ്. ടെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ അവർ റാങ്കിൻ്റെ കീഴിൽ തന്നെ ഇരിക്കുന്ന കണ്ട് സായി വിഷമിക്കുന്നു. ജിയ സിറ്റുവേഷൻ മനസ്സിലാക്കി എനിക്ക് നിൻ്റെ ഒരു സഹായം വേണം എന്ന് പറഞ്ഞ് അവനെ അടുത്തേക്ക് വിളിക്കുന്നു. എന്നെക്കൊണ്ട് ഞാൻ തോറ്റു, എൻ്റെ സഹായമില്ലാതെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ സ്വയം പുകഴ്ത്തിക്കൊണ്ടാണ് ഖുറാൻ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെന്നത്. ശല്യം ഒഴിവായ സന്തോഷത്തോടെ റാങ്ക് വേഗം സായിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവളുടെ മൂഡ് ഓഫ് മാറ്റാൻ അവരൊരു ജെല്ലി എടുത്ത് നൽകുന്നു. ഞാൻ അത്ര വിഷമത്തിലൊന്നുമല്ല, എന്തായാലും ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് നക്ഷത്രങ്ങൾ കാണാമല്ലോ എന്നൊക്കെ അവൾ സന്തോഷത്തോടെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഖുറാൻ അവർക്ക് പണി കൊടുക്കുന്നു. അവർ നക്ഷത്രങ്ങൾ കാണാനിരുന്നപ്പോൾ അവൻ കൃത്യം അവരുടെ ഇടയിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോഴും ജിയ അവരുടെ രക്ഷയ്ക്കെത്തുന്നു. എൻ്റെ ടോർച്ച് കട ഇന്നക്കാകുമ്പോൾ അതൊക്കെ ശരിയാക്കാൻ അറിയാമല്ലോ, എനിക്കതൊന്ന് റെഡിയാക്കി തരാൻ പറഞ്ഞ് അവൾ അവനെ നൈസായി വിളിച്ചുകൊണ്ട് പോകുന്നു. താനെന്തോ വലിയ സംഭവമാണെന്ന രീതിയിൽ ഖുറാൻ അവൾക്കൊപ്പം ചെന്നത്. നിങ്ങളുടെ പരിപാടി നടക്കട്ടെ സായിക്ക് സിഗ്നൽ നൽകിയിട്ടാണ് അവൾ പോയത്. ഖുറാൻ ഇത്ര ശല്യമാണെന്ന് എനിക്ക് ആദ്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞ് റാങ്ക് സായിയുടെ അടുത്തേക്ക് നീങ്ങിയിരിക്കുന്നു. ശരിക്കും ജിയയുടെ ഒരു ലൈറ്റ് കേടായിരുന്നു. ഖുറാൻ അത് നന്നാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വെട്ടത്തിൽ അവളുടെ മുടിയൊക്കെ ഉഴപ്പി കിടക്കുന്ന കണ്ട് അത് റെഡിയാക്കാൻ അവൻ പറയുന്നു. ഭാവിയിൽ നീ ഇങ്ങനെ ശ്രദ്ധയില്ലാതെ നടക്കുമ്പോൾ ആരാണ് നിന്നോടൊക്കെ പറഞ്ഞു തരുന്നത്? ഞാൻ നിൻ്റെ അടുത്ത് ഉണ്ടാവില്ലല്ലോ എന്നവൻ പറയുന്നുണ്ട്. നീ എവിടെ പോകാനാണെന്ന് അവൾ ചോദിച്ചപ്പോഴാണ് പഠിക്കാനായി വിദേശത്തേക്ക് പോകുന്ന കാര്യം അവൻ പറഞ്ഞത്. അവൻ തമാശയായി പറയുകയാണ് എന്നാണ് അവൾ ആദ്യം കരുതിയത്. പക്ഷെ അവൻ ഡീറ്റെയിൽ പറഞ്ഞപ്പോഴേക്കും ശരിക്കും പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. അതോടെ അവൾ കുറച്ച് മൂഡ് ഓഫ് ആകുന്നുണ്ട്. ബാക്കിയുള്ളവരോട് പറയുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിയട്ടെ എന്നാണ് അവൻ പറഞ്ഞത്. സായി റാങ്കിന് തനിച്ച് കിട്ടിയ സന്തോഷത്തിൽ അവൻ്റെ കൈയും പിടിച്ച് വെറുതെ ചുറ്റി നടക്കുകയാണ്. ഇടയ്ക്ക് അവൾ തണുത്ത് പറിക്കുന്ന കണ്ട് റാങ്ക് അവൻ്റെ കോട്ടൂരി കൊടുക്കാൻ തുടങ്ങിയെങ്കിലും അവൾ അതിന് സമ്മതിക്കുന്നില്ല. അവൻ കൈ നിവർത്തി കാണിച്ചിട്ട് അവളോട് കോട്ടിനുള്ളിലേക്ക് കയറിക്കോളാൻ പറയുന്നു. അവൾ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് എന്തോ ആവശ്യത്തിനായി ടെന്റിൽ നിന്ന് പുറത്തിറങ്ങിയ ടോയ്ലറ്റ് അന്വേഷിച്ച് നടക്കുന്നിടയിൽ അവരെ കാണുന്നു. അവർ കുറച്ച് ദൂരം നിൽക്കുകയായിരുന്നതിനാലും ഉറക്കപ്പിച്ചായിരുന്നതിനാലും ആരാണ് അവിടെ നിൽക്കുന്നതെന്നും അവന് വ്യക്തമായില്ല. രണ്ട് തലയുള്ളത്ത ഒരു രൂപമാണെന്ന് കരുതി അവൻ പേടിച്ച് ഖുറാനൊക്കെ ഇരിക്കുന്നിടത്ത് ഓടി ചെല്ലുന്നുണ്ട്. അവൻ വിദേശത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് അവളോട് സീരിയസ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ വരുന്നത് കണ്ടപ്പോൾ അവർ പെട്ടെന്ന് സംസാരം നിർത്തുന്നു. നിങ്ങൾ ഞാൻ അറിയാതെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എന്താണ് എന്നോട് പറയാൻ ഫെങ് പറയുന്നുണ്ട്. ഒന്നുമില്ല, അവനെ ടോർച്ച് ശരിയാക്കാൻ സഹായിക്കായിരുന്നു എന്ന് ജിയ പറയുന്നു. നീ എന്തിനാണ് ഓടിപ്പിടിച്ച് വന്നതെന്ന് ഖുറാൻ ചോദിച്ചപ്പോൾ എന്തിനാണ് വന്നതെന്ന് ഫെങ് ഒരു മിനിറ്റ് ആലോചിക്കുന്നുണ്ട്. പിന്നെയാണ് അവന് കാര്യം ഓർമ്മ വന്നത്. ഈ സ്ഥലത്തിന് എന്തോ കുഴപ്പമുണ്ട്, പുറത്ത് രണ്ടുപേർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് രണ്ട് തലയുള്ള രൂപമാണെന്ന് മനസ്സിലായത് എന്നൊക്കെ അവൻ പറയുന്നു. കുഴപ്പമുള്ള സ്ഥലത്തിനല്ല, നിന്റെ തലയ്ക്കാണെന്ന് ഖുറാൻ പറയുന്നുണ്ട്. ഞാൻ വെറുതെ പറയുന്നില്ല, സത്യം തന്നെയാണ്. ഒരു ബ്ലാക്ക് ജാക്കറ്റാണ് അയാൾ ധരിച്ചിരുന്നത് എന്ന് ഫെങ് വീണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് റാങ് സായും കൂടി അവിടേക്ക് വന്നത്. ഇതേപോലെയുള്ള ഒരു ബ്ലാക്ക് ജാക്കറ്റ് ആയിരുന്നു ധരിച്ചത്. മറ്റേ തല ഇവളുടെ പോലെ നീണ്ട മുടിയുള്ളതായിരുന്നു എന്നൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഫെങ്ങിന് തന്നെ കാര്യം മനസ്സിലാക്കുന്നത്. അതോടെ അവൻ പെട്ടെന്ന് സൈലന്റ് ആകുന്നു. ഞാനൊന്നും കണ്ടില്ല, എനിക്ക് തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് അവൻ തിരുത്തുന്നുണ്ട്. സമയം ഒരുപാടായി, ഇനി ഉറങ്ങാമെന്ന് പറഞ്ഞ് ഖുറാൻ അവനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. സായിയോട് പറഞ്ഞിട്ട് റാങ്ങും പോകുന്നു. അവൻ ചെന്ന് കഴിഞ്ഞപ്പോൾ നീ എന്താണ് ഞങ്ങളോട് പറയാതിരുന്നത്, എന്നാണ് തുടങ്ങിയതെന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും കൂടി അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. നീ റിലേഷൻഷിപ്പിലാകുന്നത് എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ ദയവ് ചെയ്ത് എൻ്റെ മുത്തശ്ശിയുടെ കാര്യം പറയരുത്. എന്തായാലും എൻ്റെ സ്വഭാവം വെച്ച് എനിക്ക് ഉടനെ ഒന്നും ഗേൾ ഫ്രണ്ടിനെ കിട്ടില്ല. നിനക്ക് ഗേൾ ഫ്രണ്ടിനെ കിട്ടിയെന്ന് മുത്തശ്ശി അറിഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനം തരില്ല എന്നൊക്കെ ഫെങ് റിക്വസ്റ്റ് ചെയ്യുന്നു. അവൻ ഇത്ര സീരിയസ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും റാങ്ക് ഫോണിൽ കുത്തിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അവൻ ദേഷ്യപ്പെടുന്നു. ഞാൻ അവൾക്ക് ഗുഡ് നൈറ്റ് പറയുകയാണെന്ന് റാങ്ക് പറഞ്ഞപ്പോൾ ഇനി ഞാൻ ശല്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഫെങ് കിടക്കുന്നുണ്ട്. ഖുറാൻ വിദേശത്തേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ച് ജിയയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൻ പോവുകയാണെന്ന് കേട്ടപ്പോൾ അവൾ ശരിക്കും വിഷമത്തിലായിരിക്കുന്നു. അടുത്ത ദിവസം അതിരാവിലെ തന്നെ എല്ലാവരും കൂടി എഴുന്നേറ്റ് സൺറൈസ് കാണാനിരിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് അസ്തമനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് സൂര്യോദയം കാണാനിരിക്കുന്നത്. നമ്മൾ തുടങ്ങി വെച്ചതൊക്കെ അവസാനിപ്പിക്കാറായിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ ജിയ അവിടെ ഇരുന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും പറയാതെ എന്ന് പറഞ്ഞ് സായി അവളെ വഴക്ക് പറയുന്നു. എല്ലാവരും ഏതൊക്കെ കോളേജിലാണ് പോകുന്നത് എന്നൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. റാങ്ക് സായി നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന പോലെ തന്നെ ഈസ്റ്റ് ചൈന യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. ഇക്കണോമിക് കോഴ്സിന് ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഫെങ് പോകുന്നത്. ഖുറാനും ജിയും അവരുടെ പ്ലാനിനെ കുറിച്ച് അപ്പോൾ പറയുന്നില്ല. സൂര്യൻ ഉദിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത തവണ നമ്മൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സൂര്യോദയം കാണുമ്പോൾ നമ്മളെല്ലാവരും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ എത്തിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം എന്ന് സായി പറയുന്നു. എല്ലാവരും അത് ശരിവെക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ അവരുടെ സ്കൂൾ ഡേയ്സിൻ്റെ അവസാനമുള്ള ട്രിപ്പ് അവർ എൻജോയ് ചെയ്യുന്നു. ഇനി എല്ലാവരും ഹയർ സ്റ്റഡീസിനായി പല വഴിക്ക് പിരിഞ്ഞു പോവുകയാണ്. ഖുറാൻ്റെ ഒരു കത്ത് കിട്ടിയപ്പോഴാണ് അവൻ വിദേശത്തേക്ക് പോയി എന്ന് ജി അറിയുന്നത്. പോവുകയാണെന്നുള്ള കാര്യം അവൻ ആരോടും പറഞ്ഞിരുന്നില്ല. നിങ്ങൾ എന്നെ യാത്രയൊക്കെ വന്നാൽ ചിലപ്പോൾ എനിക്ക് പോകാൻ കഴിയില്ല, അതുകൊണ്ടാണ് ആരോടും പറയാതെ ഞാൻ പോകുന്നത്. ഈ കത്ത് നിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ചിലപ്പോൾ എയർപോർട്ടിൽ നിൽക്കുകയായിരിക്കും. വിവരം പറഞ്ഞ് ബാക്കിയുള്ളവർ ദേഷ്യപ്പെടുമ്പോൾ നീ വേണം അവരെ കൂടി സമാധാനിപ്പിക്കാൻ. നിങ്ങളെയൊക്കെ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. അത് വെറുതെ ആയില്ല. കഴിഞ്ഞ 3 വർഷങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ നല്ല രീതിയിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ടാണ് എൻ്റെ ഈ കാലഘട്ടം വളരെ സന്തോഷമായി കഴിഞ്ഞു പോയത്. ലൈഫ് ഒരു ട്രെയിൻ യാത്ര പോലെയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോ സ്റ്റേഷനെത്തുമ്പോഴും ഓരോരുത്തർക്ക് ഇറങ്ങിയേ പറ്റൂ. ഫെങ് എക്കണോമിക്സ് പഠിക്കാൻ തീരുമാനിച്ചു. നീ ജേർണലിസം സെലക്ട് ചെയ്തു. റാങ്ക് സായിയും അവസാനം ഒരുമിച്ചായി. എന്തായാലും ഭാവിയിൽ എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ എല്ലാവരും ജീവിതത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ വീണ്ടും കണ്ടുമുട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ബാക്കി ആരുടെയും കാര്യം ആലോചിച്ച് എനിക്ക് ഒരു ടെൻഷനൊന്നുമില്ല. പക്ഷേ നിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ടെൻഷനുണ്ട്. നീ നല്ല ധൈര്യമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുമെങ്കിലും ചിലപ്പോഴൊക്കെ നിനക്ക് നല്ല പേടിയുള്ളതുപോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഇപ്പോൾ തനിച്ചായത്തിൽ നിൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ടാകും എന്നെനിക്കറിയാം. പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല. മുമ്പ് മിലിറ്ററി ട്രെയിനിങ് സെൻറ്ററിലെ റൂമിൽ ലോക്കായ സമയത്ത് ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? മുന്നിൽ ഇരുട്ടാണെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. പേടി തോന്നുമ്പോൾ എൻ്റെ പേര് മനസ്സിൽ വിചാരിച്ചാൽ മതി. തമ്മിൽ കാണാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങളെല്ലാവരും സന്തോഷമായി മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ ഖുറാൻ കത്തിൽ എഴുതിയിരുന്നു. കത്ത് വായിക്കുന്നിടയ്ക്ക് ജിയെ കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനിയും എഴുതിക്കൊണ്ടിരുന്നാൽ സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല. എവിടെയായിരുന്നാലും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നീ തന്നെ ആയിരിക്കും. നിനക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് അവൻ നിർത്തിയത്. തലകുലിക്ക് അവൾ അത് ശരിവെക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ സായി മുമ്പ് ഒരു തവണ റാങ്കിന് സംബന്ധിച്ച സംസാരിക്കുന്ന പാവ റീസോർജനെ അവൻ്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങുന്നുണ്ട്. അതിൽ മുമ്പ് പറഞ്ഞിരുന്നത് മാറ്റി അവൾ പുതിയത് ചേർക്കുന്നുണ്ട്. ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയതിന് കൺഗ്രാറ്റ്സ്. നിന്റെ ഗേൾ ഫ്രണ്ട് സായി നല്ല സുന്ദരിയാണ്, ക്യൂട്ടാണ്, പോസിറ്റീവാണ്. നീ അവളെ നന്നായി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിനക്കുള്ള ഒരേ ഒരാൾ അവളാണ് എന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. റാങ് അടുത്ത് നിന്ന് ഇതൊക്കെ ക്യാമറയിൽ പകർത്തുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ അവൻ്റെ മുഖത്ത് നാണം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ ക്യാമറ പിടിച്ചു വാങ്ങി അവനെ അതിൽ പകർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.